ഓഷ്യൻ ആൻഡ് മാൻ എന്ന ചാപ്റ്ററിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ഇറ്റ്സ് അബൌട്ട് ടൈഡ്സ്, നീപ് ടൈഡ്, അതേപോലെ തന്നെ രണ്ട് ടൈഡ്സ് അല്ലെ, നീപ് ടൈഡും അതേപോലെ തന്നെ സ്പ്രിംഗ് ടൈഡും. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് ഓഷ്യൻ കറൻസ്, സമുദ്രജല പ്രവാഹങ്ങൾ. ഓക്കെ, ഓഷ്യൻ കറൻസ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത്. സമുദ്രജലത്തിന്റെ ഓരോരോ മൂവ്മെന്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത്. ഏറ്റവും ആദ്യം വേവ്സിനെ പറ്റി പഠിച്ചു, പിന്നീട് ടൈഡ്സ്, വേലികളെ പറ്റി പഠിച്ചു. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഓഷ്യൻ കറൻസ് ആണ്, സമുദ്രജല പ്രവാഹങ്ങൾ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തത് നമുക്ക് നോക്കാം. Ocean currents are the continuous flow of sea water from one direction to another. Ocean current, സമുദ്രജല പ്രവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? Continuous flow of sea water from one direction to another. സമുദ്രജലത്തിന്റെ പിന്നെ ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള, ഒരു ഡയറക്ഷനിൽ നിന്ന് മറ്റൊരു ഡയറക്ഷനിലേക്കുള്ള സമുദ്രജലത്തിന്റെ തുടർച്ചയായിട്ടുള്ള മൂവ്മെന്റ് ആണ്, ചലനമാണ്, അല്ലെങ്കിൽ പ്രവാഹമാണ് എന്ത്? സമുദ്രജല പ്രവാഹം. ഓക്കെ, ഓഷ്യൻ കറന്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഡയറക്ഷനിൽ നിന്ന് മറ്റൊരു ഡയറക്ഷനിലേക്കുള്ള തുടർച്ചയായിട്ടുള്ള വെള്ളത്തിന്റെ ഒഴുക്ക്, സമുദ്രജലത്തിന്റെ ഒഴുക്ക്, അതാണ് എന്ത്? ഓഷ്യൻ കറന്റ് എന്ന് നമ്മൾ പറയുന്നത്, സമുദ്രജല പ്രവാഹം. ദേ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് വാം കറന്റ് ആൻഡ് കോൾഡ് കറൻസ്. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഈ ഓഷ്യൻ കറൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാം, വാം കറൻസും അതേപോലെ കോൾഡ് കറൻസും. ഓക്കെ, വാം കറന്റ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഉഷ്ണജല പ്രവാഹം, ഉഷ്ണജല പ്രവാഹം എന്ന് വിളിക്കാം. കോൾഡ് കറൻസ് എന്ന് പറയുമ്പോൾ നമുക്കിതിനെ വിളിക്കാം ശീതജല പ്രവാഹം എന്ന് വിളിക്കാം. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, അത് ഏത് ഭാഗത്താണ് അത് ഒഴുകുന്നത് നമുക്ക് നോക്കാം. വാം കറന്റ് എന്ന് പറയുന്നത്, warm currents are the currents that flow from the tropical or subtropical regions towards the polar or subpolar region. ഓക്കെ, നമ്മളിപ്പോൾ പറയുന്നത് വാം കറന്റ് ആണ്. അപ്പൊ വാം കറന്റ് എവിടുന്ന് എവിടേക്കാണ് ഒഴുകുന്നത്? കറന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു അത് സമുദ്രജലത്തിന്റെ ഒഴുക്കാണ് അല്ലെ, ഒരു ഡയറക്ഷനിൽ നിന്ന് മറ്റൊരു ഡയറക്ഷനിലേക്കുള്ള കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് സീ വാട്ടർ ആണ്, തുടർച്ചയായിട്ടുള്ള ഒഴുക്കാണ്. അപ്പോൾ ഈ വാം കറന്റ് എന്ന് പറയുന്നത് എവിടുന്ന് എവിടേക്കാണ് ഒഴുകുന്നത്? അതാണ് ഇപ്പൊ പറഞ്ഞത്. ഇറ്റ്സ് ഫ്ലോ ഫ്രം, വാം കറന്റ്സ് ആർ ദി കറന്റ്സ് ദാറ്റ് ഫ്ലോ ഫ്രം ദി ട്രോപ്പിക്കൽ ഓർ സബ് ട്രോപ്പിക്കൽ റീജിയൻസ്. എവിടുന്നാണ് ഒഴുകുന്നത്? ഉഷ്ണമേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഉപോഷ്ണ മേഖലയിൽ നിന്ന്. അതിനോട് ഉഷ്ണമേഖല, ട്രോപ്പിക്കൽ റീജിയനോട് ചേർന്ന് അതിനോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ് സബ് ട്രോപ്പിക്കൽ റീജിയൻ. ഓക്കെ, അപ്പോൾ ട്രോപ്പിക്കൽ റീജിയൻ എന്നും സബ് ട്രോപ്പിക്കൽ റീജിയൻ എന്നുമാണ് ഇത് ഒഴുകി തുടങ്ങുന്നത്. എവിടേക്കാണ്? ടുവേർഡ്സ് ദി പോളാർ ഓർ സബ് പോളാർ റീജിയൻസ്. ഓക്കെ, ധ്രുവീയ മേഖലയിലേക്ക്, അതേപോലെ ഉപധ്രുവീയ മേഖലയിലേക്ക്, ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്കാണ്, പോളാർ സബ് പോളാർ റീജിയൻസിലേക്കാണ് ഏത് ഒഴുകുന്നത്? വാം കറൻസ് ഒഴുകുന്നത്. അപ്പോൾ നമുക്കറിയാം ട്രോപ്പിക്കൽ റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വറ്റോറിയൽ റീജിയൻ ആണ്, ഭൂമധ്യരേഖാ പ്രദേശമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒഴുകുന്നത് ചൂടുള്ള ഭാഗത്തു നിന്നാണ്, അത്യാവശ്യം ടെമ്പറേച്ചർ ഉള്ള ഭാഗത്തു നിന്ന് ഒഴുകുന്ന കറന്റ് ആയതുകൊണ്ടാണ്, ജലപ്രവാഹം ആയതുകൊണ്ടാണ് നമ്മൾ വാം കറന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാം കറൻസ് എന്ന് പറയുമ്പോൾ ഫ്ലോ ഫ്രം ദി ട്രോപ്പിക്കൽ ഓർ സബ് ട്രോപ്പിക്കൽ റീജിയൻസ് ടുവേർഡ്സ് ദി പോളാർ ഓർ സബ് പോളാർ റീജിയൻസ്. ഇനി ഈ പറഞ്ഞ കാര്യം നേരെ തിരിച്ചിട്ടാൽ അതെന്തായി? അത് കോൾഡ് കറന്റ് ആയി. അതായത് നമുക്ക് നോക്കാം, കോൾഡ് കറന്റ് എന്ന് പറഞ്ഞാൽ, സിമിലർലി കോൾഡ് കറന്റ്സ് ആർ ദി കറന്റ്സ് ദാറ്റ് ഫ്ലോ ഇൻ ഫ്രം പോളാർ ഓർ സബ് പോളാർ റീജിയൻസ് ടുവേർഡ്സ് ട്രോപ്പിക്കൽ ഓർ സബ് ട്രോപ്പിക്കൽ റീജിയൻ. നേരത്തെ നമ്മൾ വാം കറന്റ് പറഞ്ഞത് എവിടുന്നാണ്? ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ റീജിയന് പോളാർ സബ് പോളാർ റീജിയനിലേക്കാണ്. കോൾഡ് കറന്റ് നേരെ തിരിച്ചാണ്. ഇത് പോളാർ സബ് പോളാർ റീജിയനിൽ നിന്ന് അല്ലെങ്കിൽ ധ്രുവീയ ഉപധ്രുവീയ മേഖലയിൽ നിന്ന് ടുവേർഡ്സ് ദി ട്രോപ്പിക്കൽ ഓർ സബ് ട്രോപ്പിക്കൽ റീജിയൻസ്, അതായത് എവിടേക്കാണ്? നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഉഷ്ണമേഖല അതേപോലെ ഉപോഷ്ണ മേഖലയിലേക്കാണ് ഏതിന്റെ ഒഴുക്ക്? കോൾഡ് കറന്റിന്റെ, ശീതജല പ്രവാഹത്തിന്റെ
ഒഴുക്ക്. ഓക്കെ, ഉഷ്ണമേഖല ഉപോഷ്ണ മേഖലയിലേക്ക്. അപ്പോൾ പോളാർ റീജിയനും സബ് പോളാർ റീജിയനുമാണ് അത് തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടേക്കാണ് അത് ഒഴുകുന്നത്? ടുവേർഡ്സ് ദി ട്രോപ്പിക്കൽ ഓർ സബ് ട്രോപ്പിക്കൽ റീജിയൻസ്. അപ്പോൾ രണ്ടും നേരെ തിരിച്ച് ഒന്ന് പഠിച്ചാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മറ്റേത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കോൾഡ് കറന്റും വാം കറന്റും നമ്മൾ നോക്കി. The temperature and salinity of sea water varies from ocean to ocean. Already നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. The temperature and salinity of sea water varies from ocean to ocean. ഓരോ സമുദ്രജലത്തിലും ഓരോ രൂപത്തിലാണ്. ഓരോ സമുദ്രത്തിലും ആ സമുദ്രജലത്തിന്റെ സാലിനിറ്റിയും ടെമ്പറേച്ചറും ഒക്കെ എന്താണ്? ഡിഫറെന്റ് ആണ് അല്ലെ? പല രൂപത്തിലാണ്, പല അളവിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിസ് ഡിഫറൻസ് ലീഡ്സ് ടു ഡെൻസിറ്റി ഡിഫറൻസസ് ഇൻ സീ വാട്ടർ. അപ്പൊ ടെമ്പറേച്ചറിലും സാലിനിറ്റിയിലും ഒക്കെ ഉണ്ടാവുന്ന ഡിഫറൻസ് എന്തിന് കാരണമാവുന്നുണ്ട്? ലീഡ്സ് ടു ദി ഡെൻസിറ്റി ഡിഫറൻസസ് ഇൻ സീ വാട്ടർ. സമുദ്രജലത്തിന്റെ സാന്ദ്രത വ്യത്യാസപ്പെടാൻ ഡെൻസിറ്റി ഡിഫറൻസസിനും അത് കാരണമാവുന്നുണ്ട്. ആൻഡ് ദി ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി ഈസ് വൺ ഓഫ് ദി ഫാക്ടേഴ്സ് ദാറ്റ് കോസ് ഓഷ്യൻ കറൻസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കോൾഡ് കറൻസും അതേപോലെ വാം കറൻസും, ഉഷ്ണജല പ്രവാഹം ശീതജല പ്രവാഹം ഒക്കെ ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവുന്ന സമുദ്രജലത്തിന്റെ ആ ഒരു ഡെൻസിറ്റി വേരിയേഷൻ ആണ്. ഓക്കെ, സമുദ്രജലത്തിന്റെ ഈ ഒരു സാന്ദ്രത വ്യത്യാസമാണ് ഇങ്ങനെയുള്ള ജലപ്രവാഹങ്ങൾ ഉണ്ടാവാനുള്ള ഓഷ്യൻ കറൻസ്, കോൾഡ് കറൻസും അതേപോലെ വാം കറൻസും ഒക്കെ ഉണ്ടാവാനുള്ള പ്രധാന കാരണം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കി എന്താണ് ആദ്യത്തെ സെന്റൻസിൽ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ഓഷ്യൻ കറന്റ്. അതേപോലെ വാം കറന്റ് എന്നും കോൾഡ് കറന്റ് എന്നും രണ്ടാക്കി തിരിച്ചു. വാം കറന്റ് എവിടുന്ന് എവിടേക്കാണ് ഫ്ലോ ചെയ്യുന്നത്, കോൾഡ് കറന്റ് എവിടുന്ന് എവിടേക്കാണ് ഫ്ലോ ചെയ്യുന്നത് നമ്മൾ നോക്കി. അതേപോലെ ഓഷ്യൻ കറൻസ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ഡെൻസിറ്റി ഇസ് ദ മെയിൻ ഫാക്ടർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് അടുത്ത പേജിൽ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറച്ച് ചിത്രങ്ങൾ കൊടുത്തത് കാണാൻ പറ്റും അടുത്ത 3 പേജിലായിട്ട്. അതിൽ ഒന്നാമത്തെ പേജിൽ കറൻസ് ഓഫ് പാസിഫിക് ഓഷ്യൻ, പസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണല്ലോ, ആ പസഫിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട കറൻസ് അല്ലെങ്കിൽ ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ ഒരു ചിത്രത്തിൽ കാണുക. ഓക്കെ, അപ്പൊ ഇത് ക്ലാസ് എടുത്ത് ഇങ്ങനെ പോവേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, ചിത്രം നോക്കി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ ഈ ഒരു ചിത്രത്തിന്റെ താഴെ നിങ്ങൾ ഇവിടെ കുറെ പേരുകളും കുറച്ച് വരകളൊക്കെ കാണാൻ പറ്റും. അത് എന്താ സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ചിത്രത്തിന്റെ താഴെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാം 2 ആരോ മാർക്ക് കാണാം. ഓക്കെ, ആദ്യത്തെ ആരോ മാർക്ക് വാം കറന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഈ ഒരു ബ്രോക്കൺ ആരോ മാർക്ക് അല്ലെ, മുറിഞ്ഞ് ഉള്ള ഈ ഒരു രൂപത്തിലുള്ള ആരോ മാർക്ക് കാണുന്നുണ്ടെങ്കിൽ അത് കോൾഡ് കറന്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ കാണാം നേരത്തെ ആദ്യത്തെ ആരോ മാർക്ക്, വലിയ ആരോ മാർക്കും നിങ്ങൾക്ക് ചില ഭാഗങ്ങൾ കാണാൻ പറ്റും. അതേപോലെ ചില ഭാഗങ്ങളിൽ ചെറിയ മുറിഞ്ഞുള്ള ആരോ മാർക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോ വാം കറന്റും കോൾഡ് കറന്റുമാണ് അത് എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, നമ്മൾ അവിടേക്ക് ലിസ്റ്റ് ചെയ്യണം വാം കറൻസ് ഏതൊക്കെയാണ്, കോൾഡ് കറൻസ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ കൊടുത്ത എക്സാമ്പിൾ നമുക്ക് ആദ്യം നോക്കാം. വാം കറൻസിൽ ഇവിടെ ആദ്യം കൊടുത്ത എക്സാമ്പിൾ നോർത്ത് ഇക്വറ്റോറിയൽ കറന്റ് ആണ്. നോർത്ത് ഇക്വറ്റോറിയൽ കറന്റ്. ഓക്കെ, നോക്കാം നമുക്ക്. ആ കറന്റ് ഇവിടെ കാണുന്നുണ്ട്, ദ നോർത്ത് ഇക്വറ്റോറിയൽ കറന്റ്. ഓക്കെ, ഇക്വറ്റോറിയൽ കൗണ്ടർ കറന്റ് ഇവിടെ കാണാം, സൗത്ത് ഇക്വറ്റോറിയൽ കറന്റ് കാണാം. ഇതെല്ലാം തന്നെ എന്താണ്? ഇതെല്ലാം തന്നെ വാം കറൻസ് ആണ്. കാരണം വാം കറന്റിന്റെ ഈ ഒരു സിമ്പൽ, ഈ ഒരു ആരോ മാർക്ക് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെയുള്ള വലിയ ആരോ മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതെല്ലാം തന്നെ വാം കറന്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ കാണാം നോർത്ത് പാസിഫിക് കറന്റ്. ഓക്കെ, നോർത്ത് പാസിഫിക് കറന്റ് കാണാം, അതും എന്ത് തന്നെയാണ്? അതും വാം കറന്റ് ആണ്. അതേപോലെ കുറോഷിയോ കറന്റ് കാണാം, അതും വാം കറന്റ് ആണ്. ഓക്കെ, ഇനി അപ്പുറത്തെ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ കോൾഡ് കറൻസ് നോക്കുകയാണെങ്കിൽ അവിടെ കാലിഫോർണിയ കറന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കോൾഡ് കറന്റ് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള ബ്രോക്കൺ ആരോ മാർക്കാണ് അല്ലെ, ചെറിയ മുറിഞ്ഞ രൂപത്തിലുള്ള ആരോ മാർക്കാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള ചില ചിത്രങ്ങൾ. അപ്പോൾ ടെക്സ്റ്റ് കൊടുത്ത എക്സാമ്പിൾ കാലിഫോർണിയ കറന്റ് ആണ്. അത് ആദ്യം തന്നെ ഇവിടെ എന്നുള്ളത് നോക്കാം. ഇതാ കാലിഫോർണിയ കറന്റ് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ മുകളിലുള്ള ആരോ മാർക്ക് ശ്രദ്ധിച്ചില്ലേ, ചെറിയ ആരോ മാർക്കാണ്, ബ്രോക്കൺ ആയിട്ടുള്ള ആരോ മാർക്കാണ്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഇവിടെ കാണാം ഒയാഷിയോ കറന്റ്, അതും കോൾഡ് കറന്റ് ആണ്. അപ്പൊ അതും എന്ത് ചെയ്യുക, ആ ബോക്സിൽ എഴുതുക. അങ്ങനെ ഈ ചിത്രം നോക്കിയിട്ട് ഏതൊക്കെയാണ് വാം കറന്റ്, ഏതൊക്കെയാണ് കോൾഡ് കറന്റ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അപ്പൊ പാസിഫിക് ഓഷ്യനിലെ വാം കറൻസും കോൾഡ് കറൻസും അങ്ങനെ നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ വാം കറന്റ് ആണോ കോൾഡ് കറന്റ് ആണോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളൊക്കെ എക്സാമിന് വന്നിട്ടുണ്ട്.
അപ്പൊ നമ്മൾ വെറുതെ ഇത് എഴുതി വെക്കുക എന്നുള്ളതല്ല, മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ആക്ടിവിറ്റി കുട്ടികൾ ചെയ്യണം. ഓക്കെ, അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടില്ല. ഈ 2 ആരോ മാർക്ക് മാത്രം തിരിച്ചറിയുക, അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ് വാം കറന്റ് ഏതാണ് കോൾഡ് കറന്റും തിരിച്ചറിയുക, എന്നിട്ട് ഈ ഒരു 2 ബോക്സിലേക്ക് ആക്കി എഴുതുക. അപ്പൊ ഇത് ഏതാണ്, ഇത് പസഫിക് ഓഷ്യനിലുള്ള കറൻസ് ആണ്. അതേപോലെ തന്നെ അടുത്ത പേജിലേക്ക് പോയാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, അവിടെ നമുക്ക് അറ്റ്ലാന്റിക് ഓഷ്യനിലെ കോൾഡ് കറന്റും വാം കറന്റും കാണാൻ പറ്റും. ഓക്കെ, കറൻസ് ഓഫ് അറ്റ്ലാന്റിക് ഓഷ്യൻ. അവിടെയും നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ വാം കറന്റും കോൾഡ് കറന്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ അതൊന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതാ നോർത്ത് അറ്റ്ലാന്റിക് കറന്റ് എന്ന് പറയുന്നത് എന്താ, അത് വലിയ ആരോ മാർക്ക് ആണല്ലോ. വലിയ ആരോ മാർക്ക് എന്താ, അത് വാം കറന്റ് ആണ്. ഓക്കെ, അതേപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം ലാബ്രഡോർ കറന്റ്. അപ്പൊ അതെന്തായിരിക്കും, അത് കോൾഡ് കറന്റ് ആയിരിക്കും. അപ്പൊ ആ രൂപത്തിൽ ഇവിടെയുള്ള ഈ അറ്റ്ലാന്റിക് ഓഷ്യനിലുള്ള പ്രധാനപ്പെട്ട ഓഷ്യൻ കറൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതും കഴിഞ്ഞ് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ കറൻസ് ഓഫ് ദി ഇന്ത്യൻ സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാണ് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെയും ഇതേപോലെ തന്നെ നമുക്ക് വാം കറന്റും കോൾഡ് കറന്റും തന്നെയാണുള്ളത്. എന്ത് ചെയ്യണം, നമ്മളത് ഇവിടെ ഈ ഒരു ബോക്സിലേക്ക് പകർത്തി എഴുതി കൊടുക്കണം. ഓക്കെ, മറ്റൊരു ആക്ടിവിറ്റിയാണ്, നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ ഈ ആരോ മാർക്ക് നോക്കിയിട്ട് ഏതൊക്കെയാണ് വാം കറന്റ് ഏതൊക്കെയാണ് കോൾഡ് കറന്റ് എന്ന് നോക്കുക. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ സൗത്ത് ഇക്വറ്റോറിയൽ കറന്റ് അത് വാം കറന്റ് ആണ്. അതേപോലെ സൗത്ത് വെസ്റ്റ് മൺസൂൺ കറന്റ് അതും വാം കറന്റ് ആണ്. അതേപോലെ അഗുൽഹാസ് കറന്റ് എന്താണ്, അതും വാം കറന്റ് ആണ്. ഇവിടെ ചെറുത് കാണാം വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ്, അതേപോലെ വെസ്റ്റ് ഓസ്ട്രേലിയൻ കറന്റ്. ഇതൊക്കെ എന്താ, ഇത് കോൾഡ് കറന്റുമാണ്, ചെറിയ ബ്രോക്കൺ ആരോ മാർക്കാണ്. അപ്പൊ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് അത്. ഓക്കെ, അതേപോലെ തന്നെ അവിടെ ഒരു കാര്യം കൂടി എക്സ്ട്രാ കൊടുക്കാനുണ്ട്. കറൻസ് അത് വാം കറന്റ് ആണ് കോൾഡ് കറന്റ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതേപോലെ ഡയറക്ഷൻ ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്, സൗത്ത് ഇക്വറ്റോറിയൽ കറന്റ് അല്ലെ, സൗത്ത് ഇക്വറ്റോറിയൽ കറന്റ് ഏതാ, ഇതാ, അത് ഈസ്റ്റ് നിന്ന് വെസ്റ്റിലേക്കാണ് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ രൂപത്തിൽ ഓരോന്നിന്റെയും ഡയറക്ഷനും കൂടി നമ്മൾ ഇവിടെ എഴുതി വെച്ചാൽ ആ ഒരു ബോക്സ് എന്തായി, കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോ പ്രധാനമായിട്ടും ഓഷ്യൻ കറന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അതിന്റെ ഒരു 3 പോയിന്റും കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു 3 പോയിന്റും കൂടി ഉണ്ട്. ഒരു 3 പോയിന്റ് അല്ല, ഒരു എക്സ്ട്രാ റീഡിങ്ങിന്റെ ഒരു ബോക്സ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതും നമുക്കൊന്ന് വായിച്ചു നോക്കാം. അപ്പോൾ എഫക്ട്സ് ഓഫ് ഓഷ്യൻ കറൻസ്, സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലങ്ങൾ. ഓക്കെ, ശ്രദ്ധിക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കണം. ഓക്കെ, എഫക്ട്സ് ഓഫ് ഓഷ്യൻ കറൻസ്, സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലങ്ങളാണ്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നൊക്കെയാണ്. നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഇൻഫ്ലുവൻസ് ദി ക്ലൈമറ്റ് ഓഫ് കോസ്റ്റൽ റീജിയൻ. ഈ സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ ഫലം എന്താണ്, ഇൻഫ്ലുവൻസ് ദി ക്ലൈമറ്റ് ഓഫ് കോസ്റ്റൽ റീജിയൻ. സമുദ്ര തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥയെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട് ഓഷ്യൻ കറൻസ്. ഓക്കെ, തീരപ്രദേശങ്ങളിലുള്ള കാലാവസ്ഥയെ, ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഈ സമുദ്രജല പ്രവാഹങ്ങൾ. പിന്നെ അടുത്ത പോയിന്റ്, fog develops in the regions where warm and cold currents meet. അതായത് വാം കറന്റും കോൾഡ് കറന്റും, ഉഷ്ണ ജലപ്രവാഹവും ശീതജലപ്രവാഹവും രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന, രണ്ടും സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ എന്ത് രൂപപ്പെടുന്നുണ്ട്, മൂടൽമഞ്ഞ് രൂപപ്പെടുന്നുണ്ട്. ഓക്കെ, മൂടൽമഞ്ഞ് രൂപപ്പെടുന്നു. അടുത്തൊരു എഫക്റ്റ് എന്ന് പറയുന്നത്, മാർക്ക് ചെയ്യാം, the regions where the warm and cold currents meet provide favorable conditions for the growth of fish. നമ്മളിവിടെ പറഞ്ഞല്ലോ മൂടൽമഞ്ഞ് ഉണ്ടാവുന്നുണ്ടെന്ന്. എവിടെയാണ് മൂടൽമഞ്ഞ് ഉണ്ടാവുന്നത്, ഈ വാം കറന്റും കോൾഡ് കറന്റും മീറ്റ് ചെയ്യുന്ന പ്രദേശങ്ങളിൽ. അപ്പോൾ അങ്ങനെ മീറ്റ് ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഒരു പ്രത്യേകതയാണ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത്. The regions where the warm and cold currents meet provide favorable conditions for the growth of fish. അതായത് വാം കറന്റും കോൾഡ് കറന്റും, ഉഷ്ണ ജലപ്രവാഹവും ശീതജലപ്രവാഹവും സന്ധിക്കുന്ന, കൂട്ടിമുട്ടുന്ന പ്രദേശങ്ങളിൽ ഈ മത്സ്യങ്ങളുടെയൊക്കെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാവുക.
ഓക്കെ, ഈ വാം കറന്റും കോൾഡ് കറന്റും മീറ്റ് ചെയ്യുന്ന പ്രദേശങ്ങളിൽ മീനുകളൊക്കെ ധാരാളമായിട്ട് വളരാൻ പറ്റുന്ന, അവയ്ക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥിതിയാണ്. അങ്ങനത്തെ ഒരു അനുകൂല മത്സ്യത്തിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാവുക. അപ്പൊ അത് മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമാണ്. മത്സ്യങ്ങളുടെ വളർച്ച എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്റെ നിലനിൽപ്പിനും ആവശ്യമാണ്. അപ്പൊ ഈ രൂപത്തിലൊക്കെ ഈ ഒരു 3 പോയിന്റ്സ്, ഓക്കെ, ഓഷ്യൻ കറൻസിന്റെ ഫലങ്ങൾ അല്ലെങ്കിൽ സമുദ്രജല പ്രവാഹങ്ങളുടെ ഫലങ്ങൾ എന്ന ഭാഗത്ത് നമ്മൾ ഈ 3 കാര്യങ്ങളും നിർബന്ധമായിട്ടും ഓർത്തു വെക്കാം. 3 പോയിന്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 3ഉം മിസ്സാക്കാതെ പഠിക്കാം. 3 മാർക്കിന്റെ ചോദ്യം എന്നാൽ നമുക്ക് അവിടെ ഒരു പോയിന്റ് പോയാൽ അവിടെ മാർക്ക് കുറഞ്ഞ് എക്സ്ട്രാ പഠിച്ചു വെക്കാനുള്ള പോയിന്റ്സ് ഇല്ല. ഈ 3 പോയിന്റ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ കോൾഡ് കറന്റും വാം കറന്റും മീറ്റ് ചെയ്യുന്ന പ്രദേശങ്ങളിൽ മത്സ്യങ്ങളുടെ വളർച്ച ധാരാളം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്ട്രാ റീഡിംഗ് ബോക്സ് ആണ് നിങ്ങൾക്ക് താഴെ ഇവിടെ കാണാൻ പറ്റുക. അതിന്റെ ഹെഡിങ് കൊടുത്തിട്ടുള്ള എന്താണ്? ഗ്രാൻഡ് ബാങ്ക്സ് എന്നാണ്. ഓക്കെ, ഗ്രാൻഡ് ബാങ്ക്സ്. ഇത് ചെറിയ ക്ലാസ്സിൽ UP ക്ലാസ്സിലോ മറ്റോ എവിടെയെങ്കിലുമൊക്കെ പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പേര്, ഗ്രാൻഡ് ബാങ്ക്സ്. എന്താണ് ഈ ഗ്രാൻഡ് ബാങ്ക്സിന്റെ പ്രത്യേകത? ദി ഗ്രാൻഡ് ബാങ്ക്സ് ആർ അമംഗ് ദി മേജർ ഫിഷിംഗ് ഗ്രൗണ്ട്സ് ഇൻ ദി വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സ്യബന്ധന കേന്ദ്രമാണ് ഇത്, ഗ്രാൻഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇത് എവിടെയാ സ്ഥലം? ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദി ഷോർസ് ഓഫ് ന്യൂ ഫൗണ്ട് ലാൻഡ് ടു ദി ഈസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയുടെ, വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്തുള്ള അല്ലെങ്കിൽ വടക്കേ അമേരിക്കയുടെ കിഴക്കുള്ള ന്യൂ ഫൗണ്ട് ലാൻഡിന്റെ തീരത്താണ് ഗ്രാൻഡ് ബാങ്ക്സ്. ഓക്കെ, വടക്കേ അമേരിക്കയുടെ ഈസ്റ്റ് കിഴക്കിലുള്ള ന്യൂ ഫൗണ്ട് ലാൻഡിന്റെ തീരത്തുള്ള മേഖലയാണ് ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് അറിയപ്പെടുന്നത്. അതിന്റെ പ്രത്യേകത, ആസ് ഇറ്റ് ഈസ് ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് ദി warm Gulf Stream current and the cold Labrador current, it provides suitable conditions for the growth of planktons, which in turn attracts fishes of many kind. അതായത് രണ്ട് കറൻസ് അല്ലെ, ഒന്ന് ഒരു വാം കറന്റ് ആയിട്ടുള്ള വാം ഗൾഫ് സ്ട്രീമും അതേപോലെ തന്നെ കോൾഡ് കറന്റ് ആയിട്ടുള്ള കോൾഡ് ലാബ്രഡോർ കറന്റും, ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന ഒരു പ്രദേശമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രദേശം. അപ്പൊ ഈ രണ്ടും മീറ്റ് ചെയ്യുന്ന പ്രദേശമായതുകൊണ്ട്, ഈ ഉഷ്ണജല പ്രവാഹവും ശീതജല പ്രവാഹവും സന്ധിക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥ ഇവിടെ രൂപപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് അതുകൊണ്ടുണ്ടായതാണ്. അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന ഒരു മേഖലയായിട്ട് ഈ മേഖല മാറുകയും ചെയ്തു. അതിനുള്ള കാരണം ഈ പറയുന്ന രണ്ട് കറൻസ്, വാം ഗൾഫ് സ്ട്രീം കറന്റും അതേപോലെ കോൾഡ് ലാബ്രഡോർ കറന്റും. ഓക്കെ, വാം ഗൾഫ് സ്ട്രീം കറന്റും അതേപോലെ കോൾഡ് ലാബ്രഡോർ കറന്റും മീറ്റ് ചെയ്യുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ധാരാളം മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ അവയ്ക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫിഷിംഗ് നടക്കുന്ന ഒരു മേജർ ഫിഷിംഗ് ഗ്രൗണ്ട് കൂടിയാണ് ഈ ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഏറ്റവും അവസാനത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ചാപ്റ്ററിലെ essay ആയിട്ട് പോലും 5 മാർക്കിനും 6 മാർക്കിനും ഒക്കെ ചോദ്യം വന്നിട്ടുള്ള ഒരു ഭാഗമാണ്. ഒരു 99.9% നമുക്ക് എക്സാമിന് ഉറപ്പിക്കാം, അങ്ങനെ തന്നെ പറയാം. 99.9% നമുക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്ന ഭാഗമാണ്. ആ ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓഷ്യൻസ് ആർ യൂസ്ഫുൾ ടു മാൻ ഇൻ ഡിഫറെന്റ് വേസ്. ഓക്കെ, അതായത് സമുദ്രങ്ങൾ പല രൂപത്തിൽ പല തരത്തിൽ മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണോ എന്ന രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു ചോദ്യം, ഓക്കെ, അതായിരിക്കും എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് എഴുതി പോകാനുള്ള രൂപത്തിൽ തന്നെയാണ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഓരോരോ ചെറിയ ചെറിയ സബ് ഹെഡിങ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഓഷ്യൻസ് ആർ യൂസ്ഫുൾ ടു മാൻ ഇൻ ഡിഫറെന്റ് വേസ്, ലെറ്റ്സ് ലുക്ക് അറ്റ് ദം. പല രൂപത്തിലും മനുഷ്യന് പ്രയോജനകരമാണ്, ഉപകാരപ്രദമാണ്, സഹായകരമാണ് ഓഷ്യൻ, സമുദ്രങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് നമ്മളെ സഹായിക്കുന്നത്, നമുക്കത് യൂസ്ഫുൾ ആവുന്നത് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ക്ലൈമറ്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ പരിശോധിക്കാം. ഓക്കെ, കാലാവസ്ഥ. Oceans have a decisive role in controlling the climate along the coastal region. Controlling the climate along the coastal region. ഈ സമുദ്രങ്ങൾക്ക് ഒരു വലിയ പങ്ക് എന്തിൽ വഹിക്കാനുണ്ട്? തീരപ്രദേശങ്ങളിലെ കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിൽ ഒരു വലിയ പങ്ക് സമുദ്രങ്ങൾ വഹിക്കുന്നുണ്ട്. ഓക്കെ, കൺട്രോളിംഗ് ദി ക്ലൈമറ്റ് അലോങ് ദി കോസ്റ്റൽ റീജിയൻസ്. എങ്ങനെ? ഇവിടെ പറയുന്നത് ദി സീ ബ്രീസ് ഡ്യൂറിംഗ് ദി ഡേ. നമുക്കറിയാം അത് രാത്രിയാണോ പകലാണോ എന്നുള്ളത് നമുക്കറിയാം, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, നേരത്തെ പഠിച്ചതാണ്. സീ ബ്രീസ് ഡ്യൂറിംഗ് ദി ഡേ ആൻഡ് ദി ലാൻഡ് ബ്രീസ് ഇൻ ദി നൈറ്റ് റെഗുലേറ്റ് ദി ടെമ്പറേച്ചർ ഓവർ ദി കോസ്റ്റ്. അതായത് പകൽ സമയത്ത്
കടൽക്കാറ്റും രാത്രി സമയത്ത് കരക്കാറ്റും തുടർച്ചയായിട്ട് എല്ലാ വർഷവും ഒരു ബ്രേക്ക് ഇല്ലാതെ വീശിക്കൊണ്ടിരിക്കുക. എല്ലാ വർഷവുമല്ല, എല്ലാ ദിവസവും വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കടൽക്കാറ്റും കരക്കാറ്റും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കോസ്റ്റൽ റീജിയനിൽ ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, എപ്പോഴും അവിടെ അമിതമായ ചൂടോ അമിതമായിട്ടുള്ള തണുപ്പോ അവിടെ ഉണ്ടാവുന്നില്ല. ഓഷ്യൻസ് play a part in the formation of weather phenomena like rain, wind, cyclones, etc. അതായത് മഴ, അതേപോലെ കാറ്റ്, സൈക്ലോൺസ്, അതായത് പിന്നെ ചക്രവാതങ്ങൾ, അല്ലെങ്കിൽ ഒന്നുകൂടി മലയാളി പറയുകയാണെങ്കിൽ തനി നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചുഴലിക്കാറ്റ്. ഓക്കെ, അപ്പോൾ റെയിന്, വിൻഡ്, സൈക്ലോൺസ് അല്ലെങ്കിൽ ചുഴലിക്കാറ്റുകൾ, ഇതിന്റെ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടാവാൻ എന്ത് കാരണമാവുന്നുണ്ട്? സമുദ്രങ്ങൾ കാരണമാവുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ രൂപീകരണത്തിൽ സമുദ്രങ്ങൾ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ജനറലി ദി കോസ്റ്റൽ റീജിയൻസ് ഹാവ് മോഡറേറ്റ് ക്ലൈമറ്റ്. ഓക്കെ, ജനറലി ദി കോസ്റ്റൽ റീജിയൻസ് ഹാവ് മോഡറേറ്റ് ക്ലൈമറ്റ്, whereas severe summer and winter prevail in region away from the sea. സമുദ്ര തീരപ്രദേശങ്ങളിൽ എപ്പോഴും എന്തായിരിക്കും? ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആയിരിക്കും. എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ വിന്റർ സീസൺ ആണെങ്കിലും സമ്മർ സീസൺ ആണെങ്കിലും ഒക്കെ അത് ഏറ്റവും എക്സ്ട്രീം ലെവൽ എവിടെ നമ്മൾ കാണൂല? കോസ്റ്റൽ റീജിയനിൽ കാണൂല. പൊതുവെ ഒരു മിതമായിട്ടുള്ള കാലാവസ്ഥ. എന്നാൽ സമുദ്ര സാമീപ്യം ഇല്ലാത്ത പ്രദേശങ്ങളാണെങ്കിലോ അവിടെ സമ്മർ ആണെങ്കിൽ അതികഠിനമായിട്ടുള്ള ചൂടായിരിക്കും, സിവിയർ ഹോട്ട് ആയിരിക്കും. അതേപോലെ വിന്റർ ആണെങ്കിലോ സിവിയർ വിന്റർ ആയിരിക്കും, അതായത് അതികഠിനമായിട്ടുള്ള തണുപ്പായിരിക്കും. എവിടെ? സമുദ്ര സാമീപ്യം ഇല്ലാത്ത പ്രദേശങ്ങളിൽ. അപ്പോൾ കോസ്റ്റൽ റീജിയൻ എന്ന് പറയുമ്പോൾ സമുദ്ര തീരപ്രദേശങ്ങളാകുമ്പോൾ അവിടെ എപ്പോഴും മോഡറേറ്റ് ക്ലൈമറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു പ്രദേശത്തിന്റെ ക്ലൈമറ്റ് തീരുമാനിക്കുന്നതിൽ വലിയ പങ്ക് ആര് വഹിക്കുന്നുണ്ട്? ഓഷ്യൻസ് വഹിക്കുന്നുണ്ട്, സമുദ്രങ്ങൾ വഹിക്കുന്നുണ്ട്. അപ്പൊ അതൊരു പോയിന്റ്, ക്ലൈമറ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ്, 2 മാർക്കിന് മറ്റും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ്. ഇനി മിനറൽ ഡിപ്പോസിറ്റ്, ധാതു നിക്ഷേപങ്ങൾ. ധാരാളം മിനറൽസ് നമ്മൾ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? 2000-ലധികം മിനറൽസ് നമ്മൾ ഇതുവരെ ഐഡന്റിഫൈ ചെയ്തതുണ്ട്. 2000-ലധികം മിനറൽസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഐഡന്റിഫൈ ചെയ്യാത്തത് ഒരുപാട് ഇനിയും ഉണ്ടാവാം. അപ്പൊ മോസ്റ്റ് ഓഫ് ദി മിനറൽസ് ഫൗണ്ട് ഓൺ ലാൻഡ് ആർ ഓൾസോ ഫൗണ്ട് ഇൻ ഓഷ്യൻ. നമ്മൾ ഈ കരയിൽ നിന്ന്, കരഭാഗങ്ങളിൽ നിന്ന് നമ്മൾ പിന്നെ കണ്ടെടുക്കുന്ന മിനറൽസ് ഏതൊക്കെയാണോ അങ്ങനെയുള്ള ഒട്ടുമിക്ക മിനറൽസും ധാതുക്കളും എവിടെ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്? സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മൾ മൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദി ഡെപ്പോസിറ്റ്സ് ഓഫ് കോമൺ സോൾട്ട്, ബ്രോമിൻ, magnesium chloride, etc., the oceans contain iron ore, coal, petroleum and natural gas. ഇപ്പോൾ ഏത് കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും പെട്ടെന്ന് പറയുന്ന ഒരു ആൻസർ നമുക്ക് സമുദ്രത്തിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ മീൻ കിട്ടുന്നു, മത്സ്യം കിട്ടുന്നു, പിന്നെ ഉപ്പ് കിട്ടുന്നു എന്ന് വേഗം പറയും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ ഈ ഉപ്പ് മാത്രമല്ല, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സമുദ്രത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്? നേരത്തെ പറഞ്ഞ മീനൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഭക്ഷണമായിട്ട് മാറ്റിവെക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്ന മിനറൽസിന്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഈ പറയുന്ന സോൾട്ട്, നമ്മുടെ കറിയുപ്പ്, ബ്രോമിൻ, മഗ്നീഷ്യം, ഇതൊക്കെ കൂടാതെ ഇരുമ്പിന്റെ അസംസ്കൃത വസ്തുവായ അയൺ ഓർ, ഇരുമ്പ് അയിര്, കൽക്കരി, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകം, ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഒക്കെ നിക്ഷേപം എവിടെയുണ്ട്? വൻതോതിലുള്ള നിക്ഷേപം സമുദ്രങ്ങളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. Extraction of petroleum and natural gas from the oil field in Arabian Sea about 162 kilometers to the west of Mumbai shore started in 1974. 1974 മുംബൈ തീരത്ത് നിന്ന് അറബിക്കടലിലേക്ക് ഒരു 162 കിലോമീറ്റർ മാറി നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? ഓയിൽ മൈനിങ്. അതായത് നമ്മൾ പെട്രോളിയവും അതേപോലെ പ്രകൃതി വാതകത്തിന്റെയൊക്കെ ഖനനം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 1974 തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയാണ്? മുംബൈ തീരത്ത് നിന്ന് 162 കിലോമീറ്റർ അറബിക്കടലിലേക്ക് മാറി. അറബിക്കടലിലാണ് നമ്മൾ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിന് വിളിക്കുന്ന പേര്, ദിസ് ഓയിൽ ഫീൽഡ് ഈസ് നോൺ ആസ് മുംബൈ ഹൈ. മുംബൈ ഹൈ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എണ്ണപ്പാടമാണ്, ഓയിൽ ഫീൽഡ് ആണ് മുംബൈ ഹൈ എന്നുള്ളത്. അതൊന്ന് പ്രത്യേകം ഓർത്തു വെക്കണം ആ ഒരു പോയിന്റ്. എക്സ്ട്രാക്ഷൻ ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഫ്രം ദി ഓയിൽ ഫീൽഡ് ഇൻ അറേബ്യൻ സീ അബൌട്ട് 162 കിലോമീറ്റർ ടു ദി വെസ്റ്റ് ഓഫ് മുംബൈ ഷോർ സ്റ്റാർട്ടഡ് ഇൻ 1974. 1974 സ്റ്റാർട്ട് ചെയ്തതാണ്. മുംബൈ തീരത്ത് നിന്ന് 162 കിലോമീറ്റർ അറബിക്കടലിലേക്ക് മാറിയിട്ടാണ് ഈ സ്പോട്ട്. നമ്മൾ എന്താ അവിടെ നിന്ന് എടുക്കുന്നത്? നമ്മൾ നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകവും അതേപോലെ തന്നെ പെട്രോളിയവും നമ്മൾ അവിടുന്ന് മൈൻ ചെയ്തെടുക്കുന്നു. ഈ ഓയിൽ ഫീൽഡിന്റെ പേരാണ് മുംബൈ ഹൈ. അപ്പോൾ മിനറൽസുമായി ബന്ധപ്പെട്ടും
ക്ലൈമറ്റുമായി ബന്ധപ്പെട്ടും ഓഷ്യന്റെ പങ്ക് നമ്മൾ നോക്കി. ഇനി പവർ ജനറേഷൻ, വൈദ്യുതിയുടെ ഉൽപാദനമാണ് പവർ ജനറേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ് വേവ്സ് ആൻഡ് ടൈഡ്സ് ആർ യൂസ്ഡ് ഫോർ ദി ജനറേഷൻ ഓഫ് ഇലക്ട്രിക് പവർ. വേവ്സും ടൈഡ്സും ഒക്കെ സമുദ്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണല്ലോ, സമുദ്രജലത്തിന്റെ ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ ഈ വേവ്സ്, തിരമാലകളെ, അതേപോലെ ടൈഡ്സ്, വേലിയേറ്റം വേലിയിറക്കം, അതാണ് ടൈഡ്സ്, വേലികൾ. സോ വേവ്സ് ആൻഡ് ടൈഡ്സ് ആർ യൂസ്ഡ് ഫോർ ജനറേഷൻ ഓഫ് ഇലക്ട്രിക് പവർ. വൈദ്യുതിയുടെ ഉൽപാദനത്തിന് നമ്മൾ തിരമാലകളെയും വേലികളെയും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് ടൈഡ്സിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ മെൻഷൻ ചെയ്തൊരു കാര്യം കൂടിയാണ്, പവർ ജനറേഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ദി വേവ്സ് ദാറ്റ് സ്ട്രൈക്ക് ദി ടർബൈൻസ് ഓൺ ദി ഷോർസ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ബൈ ടേണിംഗ് ദം. അതായത് തീരപ്രദേശങ്ങളിൽ നല്ല ശക്തിയായിട്ട് ആഞ്ഞടിക്കുന്ന തിരമാലകൾ, ശക്തമായി ആഞ്ഞടിക്കുന്ന തിരമാലകൾ ആ തീരപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ടർബൈനുകളെ കറക്കി അങ്ങനെ വൈദ്യുതിയുടെ ഉൽപാദനം നടക്കുന്നുണ്ട്. തിരമാലകളിൽ നിന്ന് അങ്ങനെ വൈദ്യുതി ഉണ്ടാക്കുന്ന കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്പോട്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം എന്ന് പറയുന്ന പ്രദേശം. പിന്നെ സംടൈംസ് റിസർവോയേഴ്സ് ആർ കൺസ്ട്രക്റ്റഡ് ഫോർ സ്റ്റോറിംഗ് സീ വാട്ടർ. അത് നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താ? അത് തിരമാലകളിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന രീതിയാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടൈഡ്സിന്റെ കാര്യമാണ്. റിസർവോയേഴ്സ് ആർ കൺസ്ട്രക്റ്റഡ് ഫോർ സ്റ്റോറിംഗ് സീ വാട്ടർ. അതായത് തീരപ്രദേശങ്ങളിൽ പിന്നെ സമുദ്രജലം സംഭരിക്കാൻ വേണ്ടിയിട്ട് വലിയ റിസർവോയറുകൾ നിർമ്മിക്കും. ആൻഡ് സീ വാട്ടർ ദാറ്റ് എൻറ്റേഴ്സ് ദി റിസർവോയർ അറ്റ് ഹൈ ടൈഡ് ഈസ് റിലീസ്ഡ് ഡ്യൂറിംഗ് ലോ ടൈഡ്. എന്ത് ചെയ്യും? അപ്പോൾ ഹൈ ടൈഡിന്റെ, വേലിയേറ്റത്തിന്റെ സമയത്ത് ഈ റിസർവോയറിലേക്ക് എന്ത് ചെയ്യുന്നു? ജലം, സമുദ്രജലം പ്രവേശിക്കും, അതിൽ സംഭരിക്കപ്പെടും. അത് ടർബൈൻ, എന്നിട്ടോ ലോ ടൈഡിന്റെ സമയത്ത് ഈ സംഭരിച്ച് വെച്ചിട്ട് റിസർവോയറിൽ സംഭരിച്ച് വെച്ചിട്ടുള്ള ഈ പിന്നെ സീ വാട്ടർ എന്ത് ചെയ്യുന്നു? അത് റിലീസ് ചെയ്യും, പുറത്തേക്ക് തന്നെ ഒഴുക്കി കളയുകയും ചെയ്യും. ദി ടർബൈൻ മൂവ്സ് അറ്റ് ബോത്ത് ഇൻസ്റ്റൻസസ് ആൻഡ് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ്. ഓക്കെ, അപ്പൊ അങ്ങനെ വേലിയേറ്റ സമയത്ത്, ഹൈ ടൈഡിന്റെ സമയത്ത് ഈ റിസർവോയറിന്റെ ഉള്ളിലേക്കും, അതേപോലെ ലോ ടൈഡിന്റെ സമയത്ത്, വേലി ഇറക്കത്തിന്റെ സമയത്ത് റിസർവോയറിന് പുറത്തേക്കും ശക്തമായിട്ട് ഈ പിന്നെ വെള്ളം നീങ്ങുമ്പോൾ അതിന്റെ ഫലമായിട്ട് ടർബൈനുകൾ കറങ്ങി അതുവഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ വേവ്സ് എന്നും അതേപോലെ ടൈഡ്സ് എന്നും വേലികളിൽ നിന്നും തിരമാലകളിൽ നിന്നും എന്തുണ്ടാക്കുന്നുണ്ട്? നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ രൂപത്തിലും പവർ ജനറേഷനും സമുദ്രങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അപ്പൊ 3 പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ പറഞ്ഞു അല്ലെ. ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, മിനറൽസുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, പവർ ജനറേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ഒരു പിന്നെ നമ്മുടെ ഭക്ഷണത്തിന്റെ ഒക്കെ ഒരു സോഴ്സ് എന്ന രൂപത്തിലാണ്. ഓക്കെ, ഓഷ്യൻസ് ആസ് എ സോഴ്സ് ഓഫ് ഫുഡ്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യവിഭവങ്ങളുടെയൊക്കെ ഒരു പ്രധാന സ്രോതസ്, ഉറവിടമായിട്ട് നമുക്ക് എന്തിനെ കണക്കാക്കാം? സമുദ്രങ്ങളെ കണക്കാക്കാം. ഫിഷ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഐറ്റം ഓഫ് ഫുഡ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് എന്ത്? മത്സ്യം എന്ന് പറയുന്നത്. ഓക്കെ, ജപ്പാൻ, പെറു, ചൈന, നോർവേ, അതേപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആർ ദി ലീഡിംഗ് ഫിഷിംഗ് നേഷൻസ്. അതായത് പിന്നെ ഈ പറയുന്ന രാജ്യങ്ങൾ ധാരാളം ഏറ്റവും അധികം മത്സ്യബന്ധനം നടത്തുന്ന, ഫിഷിംഗ് നടത്തുന്ന പ്രധാന രാജ്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. നമ്മുടെ ഇന്ത്യയൊക്കെ അതിൽ വരും. ഓക്കെ, ഒരുവിധം പല രാജ്യങ്ങൾ, ഒരുപാട് രാജ്യങ്ങൾ ഈ ലിസ്റ്റിലേക്ക് നമുക്ക് ചേർക്കാൻ പറ്റും. കുറച്ച് രാജ്യങ്ങളുടെ പേര് മാത്രം ഇവിടെ പറഞ്ഞു. ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടത്തുന്ന കുറച്ച് രാജ്യങ്ങളുടെ പേരാണ് പറഞ്ഞത്. മറൈൻ അപ്പോൾ മത്സ്യബന്ധനയിൽ പിന്നെ നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് മത്സ്യം നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ രൂപത്തിൽ ഒരു സോഴ്സ് ഓഫ് ഫുഡ് എന്ന രൂപത്തിൽ ഓഷ്യൻസ് നമുക്ക് യൂസ്ഫുൾ ആണ്. അതുകൂടാതെ മറൈൻ ഓർഗാനിസംസ് ആർ ദി സോഴ്സ് ഓഫ് മെനി മെഡിസിൻസ്. മറൈൻ ഓർഗാനിസം എന്ന് പറയുമ്പോൾ കടലിലുള്ള സസ്യ ജന്തുജാലങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കടലിലുള്ള ഇത്തരം സസ്യ ജന്തുജാലകങ്ങൾ എന്ന് പറയുന്നത് ധാരാളം എന്താ പറയുക, മരുന്നുകളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരുപാട് ഔഷധങ്ങളുടെയൊക്കെ സ്രോതസ്സാണ്. സോഴ്സ് ഓഫ് മെനി മെഡിസിൻസ്. ഔഷധങ്ങളുടെ സോഴ്സസ്, ഒരു വലിയ സോഴ്സ് കൂടിയാണ് എന്ത്? ഇങ്ങനെയുള്ള മറൈൻ ഓർഗാനിസംസ്, കടലിലെ പിന്നെ സസ്യ ജന്തുജാലങ്ങളൊക്കെ. They are used for the production of antibiotics and steroids and vitamins. ഇങ്ങനെയുള്ള മറൈൻ ഓർഗാനിസംസ് നമ്മൾ സംസ്കരിച്ചുകൊണ്ട് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്? പല മരുന്നുകളും, അതേപോലെ സ്റ്റിറോയിഡുകൾ, ആന്റിബയോട്ടിക്കുകൾ, വൈറ്റമിനുകൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മറൈൻ ഓർഗാനിസംസ് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കടലിലുള്ള സസ്യ ജന്തുജാലങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, സംസ്കരിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മെഡിസിൻ എന്ന രൂപത്തിലും സോഴ്സ് ഓഫ് ഫുഡ് എന്ന രൂപത്തിലും ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആണ് എന്ത്? ഓഷ്യൻ
അല്ലെ? അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി, മരുന്നിന് വേണ്ടി ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സമുദ്രങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദി സീ. സാധാരണ നമുക്കറിയാം, കടൽ വെള്ളത്തിൽ കുളിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, അതിന്റെ രുചി അറിയാം. നമ്മൾ വായിൽ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് അതിന്റെ രുചി അറിയാം. ഉപ്പുരസമാണ്, നമുക്ക് നേരിട്ട് കുടിക്കാൻ കഴിയൂല. എന്നാലോ ആ വെള്ളത്തെ നമുക്ക് ശുദ്ധീകരിച്ചുകൊണ്ട് കുടിവെള്ളമാക്കി മാറ്റാം. ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദി സീ, കടൽ വെള്ളത്തിൽ നിന്ന് കുടിവെള്ളം. വി ക്യാൻ പ്യൂരിഫൈ സീ വാട്ടർ ഫോർ ഡ്രിങ്കിങ് പർപ്പസസ്. ഓക്കെ, കുടിവെള്ളമാക്കി നമുക്ക് എന്ത് ചെയ്യാം? മാറ്റാൻ പറ്റും. പ്യൂരിഫൈ ചെയ്തിട്ട് അങ്ങനെ ആക്കി മാറ്റാൻ പറ്റും. വിച്ച് ആർ ദി മെത്തേഡ്സ് ടു പ്യൂരിഫൈ സീ വാട്ടർ? അപ്പൊ സീ വാട്ടർ അങ്ങനെ പ്യൂരിഫൈ ചെയ്യാനുള്ള മെത്തേഡുകൾ ഏതൊക്കെയാണ്? കടൽ വെള്ളം ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങൾ, മെത്തേഡ്സ് ടു പ്യൂരിഫൈ സീ വാട്ടർ, എക്സാമിന് പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഇവിടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒന്നുമില്ല. ഈ ഒരു ചിത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ചിത്രം മനസ്സിലാക്കി വെച്ചാൽ സംഗതി റെഡിയായി. മെത്തേഡ്സ് ടു പ്യൂരിഫൈ സീ വാട്ടർ, രണ്ട് മെത്തേഡുകളാണ്. ഒന്ന്, സെപ്പറേറ്റിംഗ് വാട്ടർ ഫ്രം ബ്രാക്കിഷ് വാട്ടർ. ബ്രാക്കിഷ് വാട്ടർ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ലവണജലം, അതായത് ഉപ്പ് വെള്ളം, അതായത് കടൽ വെള്ളം. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റിംഗ് വാട്ടർ ഫ്രം ബ്രാക്കിഷ് വാട്ടർ. ഓക്കെ, സെപ്പറേറ്റിംഗ് വാട്ടർ ഫ്രം ബ്രാക്കിഷ് വാട്ടർ എന്ന് വെച്ചുകയാണെങ്കിൽ ഈ ഉപ്പ് വെള്ളത്തിൽ നിന്ന്, ബ്രാക്കിഷ് വാട്ടറിന്, ലവണജലത്തിൽ നിന്ന് ജലം വേർതിരിക്കുക. സെപ്പറേറ്റിംഗ് വാട്ടർ ആണ്, ജലം വേർതിരിക്കലാണ്. ഓക്കെ, ഏതൊക്കെയാണ് അതിനുള്ള മെത്തേഡ്സ്? ശ്രദ്ധിക്കണം, അപ്പുറത്തുള്ള ബോക്സ് നോക്കുക. സെപ്പറേറ്റിംഗ് സോൾട്ട് ഫ്രം ബ്രാക്കിഷ് വാട്ടർ ആണ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ, അപ്പം പരസ്പരം മാറിപ്പോകരുത്. ആദ്യത്തേത് സെപ്പറേറ്റിംഗ് വാട്ടർ ആണ്, വെള്ളത്തെ എന്ത് ചെയ്യാണ്? വേർതിരിക്കുക. അടുത്തത് സെപ്പറേറ്റിംഗ് സോൾട്ട് ആണ്, അവിടെ ഉപ്പിനെയാണ് വേർതിരിക്കുന്നത്. ഓക്കെ, അപ്പം രണ്ടും പരസ്പരം മാറിപ്പോകരുത്. അപ്പൊ സെപ്പറേറ്റിംഗ് വാട്ടർ ഫ്രം ബ്രാക്കിഷ് വാട്ടർ, ഉപ്പ് വെള്ളത്തിൽ നിന്ന്, ലവണജലത്തിൽ നിന്ന് ജലം വേർതിരിക്കുന്ന പ്രോസസ്സ് ഏതൊക്കെയാ? 3 പ്രോസസ്സ് പറയുന്നുണ്ട്. ഏതൊക്കെയാ? 3 മെത്തേഡുകൾ പറയുന്നുണ്ട്. ഒന്ന് ഡിസ്റ്റിലേഷൻ, ഓക്കെ, സ്വേദനം എന്ന് മലയാളത്തിൽ പറയാം. അടുത്തത് ഇവാപ്പൊറേഷൻ, അതായത് ബാഷ്പീകരണം. നെക്സ്റ്റ് വൺ കണ്ടൻസേഷൻ, അതായത് സാന്ദ്രീകരണം. ഡിസ്റ്റിലേഷൻ, ഇവാപ്പൊറേഷൻ, കണ്ടൻസേഷൻ, ഈ 3 മെത്തേഡ്സ് ആണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഫോർ സെപ്പറേറ്റിംഗ് വാട്ടർ ഫ്രം ബ്രാക്കിഷ് വാട്ടർ. ഇനി അടുത്തത് നോക്കുക, സെപ്പറേറ്റിംഗ് സോൾട്ട് ഫ്രം ബ്രാക്കിഷ് വാട്ടർ. ലവണജലത്തിൽ നിന്ന്, നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? വെള്ളത്തെ, അല്ലെ, ജലത്തെ വേർതിരിച്ചു. ഇവിടെ ലവണജലത്തിൽ നിന്ന്, ബ്രാക്കിഷ് വാട്ടറിൽ നിന്ന് ഉപ്പിനെ വേർതിരിക്കാണ്. ഓക്കെ, ആ ഉപ്പിനെ വേർതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതൊക്കെയാ? ലൈക്ക് ഇലക്ട്രോ ഡയാലിസിസ് ആൻഡ് റിവേഴ്സ് ഓസ്മോസിസ്. ഇലക്ട്രോ ഡയാലിസിസ് ആൻഡ് റിവേഴ്സ് ഓസ്മോസിസ്, വിപരീത ഓസ്മോസിസ്, അല്ലെ, ഫിസിക്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ ടേംസ്. അപ്പോൾ ഈ രണ്ട്, ഇലക്ട്രോ ഡയാലിസിസും റിവേഴ്സ് ഓസ്മോസിസും, ഈ 2 മെത്തേഡുകളാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട്? ഫോർ സെപ്പറേറ്റിംഗ് സോൾട്ട് ഫ്രം ബ്രാക്കിഷ് വാട്ടർ. അപ്പോൾ കടൽ വെള്ളം ശുദ്ധീകരിക്കാനുള്ള 2 മാർഗങ്ങൾ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞു. എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിലുള്ളത്. ഇനി 1-2 കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് അവശേഷിക്കുന്നു. അതും കൂടി പറഞ്ഞാൽ ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. The ocean water is purified through distillation in some places in India. The people of Lakshadweep use water obtained through this process. ഏത് പ്രോസസ്? ലക്ഷദ്വീപിലുള്ള ജനങ്ങൾ കുടിവെള്ളം ഉണ്ടാക്കുന്നത് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന, നമ്മൾ ആദ്യത്തെ ഇത് പറഞ്ഞല്ലോ, ഡിസ്റ്റിലേഷൻ, അല്ലെ, സ്വേദനം. അപ്പൊ ഈ ഒരു ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ലക്ഷദ്വീപിലുള്ള ജനങ്ങൾ എന്ത് ചെയ്യുന്നത്? അവര് കടൽ വെള്ളത്തെ ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കി മാറ്റുന്നത് എന്ന് കൂടി ഇവിടെ മനസ്സിലാക്കുക. The following are the other uses of ocean to man, find out more. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ സമുദ്രങ്ങൾ മനുഷ്യന് എങ്ങനെയൊക്കെ ഉപകാരപ്പെടുന്നു എന്നതിനുള്ള 1-2 ഉദാഹരണം കൂടി താഴെ പറയുന്നു. ഒന്ന്, പ്രൊവൈഡ് സെവറൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ വേരിയസ് സെക്ടേഴ്സ് ലൈക്ക് ഫിഷിംഗ്, ഇറ്റ്സ് പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. മത്സ്യബന്ധനം, അതിന്റെ സംസ്കരണം, അതിന്റെ മാർക്കറ്റിംഗ്, വിപണനം തുടങ്ങിയിട്ടുള്ള പല മേഖലകളിലും ഒരുപാട് തൊഴിൽ അവസരങ്ങൾ സമുദ്രങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. അതേപോലെ തന്നെ പോസിബിലിറ്റീസ് ഫോർ ടൂറിസം, വിനോദസഞ്ചാരം എന്ന് പറയുന്ന മേഖലകൾ, അല്ലെങ്കിൽ വിനോദസഞ്ചാര സാധ്യതകൾ വളരെ കൂടുതലാണ് സമുദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ദെൻ ലാസ്റ്റ് ഒരു പോയിന്റ് പറയുന്നത്, ഓഷ്യൻ ട്രാൻസ്പോർട്ട് ഈസ് ഐഡിയൽ ഫോർ ദി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഹെവി ഗുഡ്സ് അറ്റ് ചീപ്പർ റേറ്റ്സ് ഫ്രം വൺ കോണ്ടിനെന്റ് ടു അനദർ. വളരെ ഭാരം കൂടിയിട്ടുള്ള വസ്തുക്കളൊക്കെ കുറഞ്ഞ ചെലവിൽ ഒരു കോണ്ടിനെന്റിൽ നിന്ന് മറ്റൊരു കോണ്ടിനെന്റിലേക്കൊക്കെ കൊണ്ടുപോകാൻ ഏറ്റവും
നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സമുദ്ര ഗതാഗതമാണ്, അല്ലെ? ഓഷ്യൻ ട്രാൻസ്പോർട്ടാണ്. ഇപ്പോൾ വലിയ വലിയ കണ്ടെയ്നറുകൾ, നൂറുകണക്കിന് കണ്ടെയ്നറുകൾ നിറച്ചിട്ടുള്ള വലിയ കണ്ടെയ്നർ ഷിപ്പുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെ? ചരക്ക് ഗതാഗതം എളുപ്പത്തിൽ നടത്താൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ള കണ്ടെയ്നറുകൾ നമുക്ക് വിമാനത്തിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓഷ്യൻ ട്രാൻസ്പോർട്ട്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട, എന്തായാലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോൾ ഇതോടുകൂടി തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ ഏറ്റവും അവസാനമായിട്ട്. യു ഹാവ് ലേൺഡ് ദി യൂസസ് ഓഫ് ഓഷ്യൻസ്, കണ്ടക്ട് എ സെമിനാർ ഓൺ ദി ടോപ്പിക് ഇൻഫ്ലുവൻസ് ഓഫ് ഓഷ്യൻ ഇൻ ഹ്യൂമൻ ലൈഫ്. ഓക്കെ, ഇൻഫ്ലുവൻസ് ഓഫ് ഓഷ്യൻ ഇൻ ഹ്യൂമൻ ലൈഫ്. ഈ ഒരു ഹെഡിങ്ങിലുള്ള ഹെഡിങ്ങിന്റെ ബേസിൽ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറയാണ്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയേണ്ടത് ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതെങ്ങനെയൊക്കെയാണ് ഓഷ്യൻ മനുഷ്യന് എങ്ങനെയൊക്കെ ഉപകാരപ്രദമാകുന്നു, നമ്മൾ പറഞ്ഞല്ലോ ക്ലൈമറ്റിന്റെ കാര്യം, അതേപോലെ ഒരു ഫുഡിന്റെ സോഴ്സ് എന്ന രൂപത്തിൽ പവർ ജനറേഷന്, മിനറൽ ഡെപ്പോസിറ്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതെല്ലാം അതേപോലെ തന്നെ മെത്തേഡ്സ് ടു ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദി സീ, ഈ ഒരു പോയിന്റും. ഓക്കെ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് നമ്മൾ ഒരു സെമിനാർ തയ്യാറാക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് നമ്മൾ നിർബന്ധമായിട്ടും പ്രതീക്ഷിക്കണം. അതിനുവേണ്ടി നമ്മൾ നിർബന്ധമായിട്ടും പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഓഷ്യൻ ആൻഡ് മാൻ എന്നുള്ള ചാപ്റ്റർ ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ.